കാക്കരക്കടവ് നിവാസികളെ, നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അത്ഭുതകരമായ ഒരു പ്രകടനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ടൺ കണക്കിന് ഭാരമുള്ള ഒരു കാറിനകത്ത് 10ഓളം മനുഷ്യരെ കയറ്റിയിരുത്തി ഡ്രൈവറുടെ സഹായമില്ലാതെ സ്വന്തം മുടിനാരീര കൊണ്ട് കെട്ടിവലിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മാസ്റ്റർ ശംഖു നടത്തുന്ന അത്ഭുതകരമായ കാഴ്ച കാണൂ സുഹൃത്തുക്കളെ. ഒരു ചാൻ വയറിന് വേണ്ടി മാത്രമാണ് സുഹൃത്തുക്കളെ അപകടമുള്ള ഈ കലാപ്രകടനം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതാ ഞങ്ങളുടെ കൊച്ചു സഹോദരി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. നിങ്ങളാലാവുന്ന സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതാ അത്ഭുതകരമായ രീതിയിൽ മാസ്റ്റർ ശംഖു ഈ പരിപാടി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 15ഓളം തീപ്പന്തങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു അഗ്നിവളയമാണ് ശ്രീമാൻ ശംഖുവിന്റെ കയ്യിലിരിക്കുന്നത്. തന്റെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയത്തിലൂടെ കടന്നു പോകുന്ന അത്യാപൽക്കരമായ സാഹസ പ്രകടനമാണ് ശ്രീമാൻ ശംഖുവിനെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, മനുഷ്യ മനസ്സാക്കിയെ കിടില കൊള്ളിച്ചുകൊണ്ട് മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അതിസാഹസ പ്രകടനങ്ങളാണ് നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ ശ്രീമാൻ ശംഖുവിനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ലേശം പോലും പൊള്ളലേൽക്കാതെ ആ അഗ്നിവളയം കടന്നു പോകുന്ന അത്ഭുതകരമായ കാഴ്ച കാണും സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങളുടെ ഏവരുടെയും കണ്ണിലുണ്ടിയായ കൊച്ചു സഹോദരൻ ഇതാ വളരെ ഗംഭീരമായ രീതിയിൽ അദ്ദേഹം ഈ പരിപാടി ഇവിടെ വിജയിപ്പിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സംഭാവനയുടെ കാര്യം മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ദേവി, സർവേശ്വരി, മഹാമായേ, ഇന്നും നടയടച്ചോ? അയ്യേ, സങ്കടമായിപ്പോയി, പരമസങ്കടമായിപ്പോയി. ഞാനിന്ന് നേരത്തെ വന്നില്ലേ? പിന്നെ എന്തിനാ നടയടച്ചത്? ദേവി, എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഇഷ്ടക്കേട് വല്ലതും ഉണ്ടോ? അതും ഇല്ലല്ലോ? സത്യമായിട്ടും ഇല്ലല്ലോ? പിന്നെ എന്തിനാ ദേവി വെറുതെ നടയാണ്? റോങ് ആയിട്ട് ശംഖു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ? പിന്നെ എന്തിനാ നട അടച്ചത്? ഇന്ന് നട തുറന്ന് ദേവിയെ കണ്ടിട്ട് ഞാൻ പോവും. അത് ശംഖുവിന്റെ ഒരു നിർബന്ധമാ, ചെറിയൊരു നിർബന്ധം. ദേവി, ശംഖുവിനെ ദേവിക്ക് അറിഞ്ഞൂടെ? നാട് തണ്ടി നടക്കുന്നൊരു പാവമല്ലേ ശംഖു? ശംഖുവിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. ശംഖുവിന് ദേഷ്യം വരും. മര്യാദയ്ക്ക് തുറക്കാൻ. ദേവി, തുറക്കാൻ. ദേവി, ദേവി, തുറക്കാൻ. ഇവിടെയാ കിടപ്പ്. ചേച്ചി, ദേ നോക്ക്, തെക്കേപ്പറമ്പിൽ സൈക്കിളിൽ അഭ്യാസം കാണിക്കുന്ന ആളാ.
സാവിത്രി കുട്ടിയോ? കാണാൻ കൊതിച്ചൂലോ നിന്നെ. ഈ വഴിക്ക് അമ്പലത്തിൽ പോക്കും വേണ്ടെന്ന് വെച്ചോ? ഇവിടെ ഒന്ന് കേറിയെന്നറിഞ്ഞ പിന്നെ അച്ഛനേട്ടനത് മതിയല്ലോ. എന്നോടുള്ള വൈരാഗ്യം ഈ ജന്മം തീരില്ല മൂപ്പർക്ക്. അച്ഛമാമ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ദിവസം ഉണ്ണിമാമയുടെ അടുത്ത് വരാൻ മുടക്കം വരുത്താറില്ലല്ലോ ഞാൻ. മോളുടെ പുറത്താണ് അല്ലേ? എല്ലാ ശാപങ്ങളും തുടങ്ങിയ ദിവസം. സുഭദ്ര മരിച്ചിട്ട് 23ാമത്തെ വർഷം. ഞാനത് എന്തേ ഓർക്കാതെ പോയത്? ഉണ്ണിമാമയ്ക്ക് മറക്കാൻ കഴിയില്ലല്ലോ ഒന്നും. കാക്കരക്കാവിൽ ഇപ്പോഴും മഞ്ഞച്ചമ്പകം പൂക്കണുണ്ടോ ആവോ? അത് അവക്ക് വേണ്ടിയാ പൂക്കണത് എന്നായിരുന്നു പറച്ചില്. മദ്രാസിക്ക് അയക്കാനുള്ള വീണ ഇതുവരെ അയച്ചില്ലേ? അന്ന് വരുമ്പോ തിരക്കിട്ട പണിയായിരുന്നല്ലോ ഉണ്ണിമാമ. ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. എത്ര ശ്രമിച്ചിട്ടും ശ്രുതി ചേരുന്നില്ലേ എന്നൊരു സംശയം. സംശയങ്ങൾ തീരായി ഉണ്ണിമാമയുടെ കൂടപ്പിറപ്പാ. എത്രയായാലും തൃപ്തിയാവില്ല. തിരക്കും ബഹളവും ഏത് കച്ചവടത്തിനും ആവാം. ക്രിയേഷൻ അത് പറ്റുമോ? നിന്റെ കൈകൊണ്ട് ഒന്ന് മീട്ടി കെട്ടിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാണല്ലോ പതിവും. ശ്രീകുട്ടിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് ഇടയ്ക്ക് അവളെ എങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് സാവിത്രി തെണ്ടാൻ പോയില്ലേ? ഉണ്ണിമാമയുടെ അടുത്തൊന്ന്. ഉണ്ണിമാമ അന്നം തരണ പ്രതാപവർമ്മ തമ്പുരാന്റെ വായിലിരിക്കണ തെറി എന്നെ കേൾപ്പിച്ച് അടങ്ങൂല്ലേ? അദ്ദേഹത്തിന് കണ്ണെടുത്താ കണ്ടോടായി ഉണ്ണിമാമേ. ഈ കുടുംബത്തിന് ആരും അവനായിട്ട് ബന്ധപ്പെടുന്നു തമ്പുരാൻ ഇഷ്ടമല്ല, അറിയാലോ. ഉപകാരം ഏതായാലും ഇല്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. സംഗീതം അത്ര സംഗീതം, ആവശ്യത്തിന് സംഗീതം, അത്യാവശ്യത്തിന് ദൈവദോഷമൊക്കെ ഇവിടെയും കയറി വന്നൂലോ. എന്നിട്ട് മതിയായില്ലേ? പെൺകുട്ടിയോട് നാളെണ്ണം വേറെ ഉണ്ട് ഇവിടെ. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ സാവിത്രി കുട്ടി എന്തിനാ വെറുതെ? അച്ഛമാമയുടെ ഇഷ്ടം അനിഷ്ടം തീരുമാനിക്കുന്നത് തമ്പുരാനാ. ആ തമ്പുരാൻ തീരുമാനിച്ച നമ്മളാരും ഉണ്ണിമാമയെ കാണാൻ പാടില്ലെന്നാണോ അമ്മൂമ്മയും പറഞ്ഞു വരുന്നത്? അവിടെ പോണ്ടെന്നും ഉണ്ണിയെ കാണണ്ടെന്നും അമ്മൂമ്മ പറയില്ല കുട്ടി. പണ്ടും എന്റെ മക്കളെക്കാളേറെ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. കേസിന് പോണ ദിവസം അച്ഛന് കലിയും തുള്ളിലും കുറച്ച് ഏറിയാ. സാവിത്രി ചേച്ചിയാണെങ്കിൽ മറുത്തൊരക്ഷരം പറയില്ല. അച്ഛൻ നാളെ മടങ്ങുള്ളൂ അത്രേ. ചേച്ചി, ആൽപ്പറമ്പിൽ കളി കാണാൻ പോവാ നമുക്ക്. ഒരാളെ ജീവനോടെ കുഴിച്ചിടൂത്രേ. അപ്പൊ അയാൾ മരിച്ചോല്ലേ? അയ്യേ, ഈ മിനിക്കുട്ടിക്ക് ഒന്നും അറിയില്ല. അതൊക്കെ കങ്കട്ടാടി. കങ്കട്ടാര് ഒരു കാലത്തും മരിക്കൂലേ? കൂടി മണ്ടൂസേ. ചേച്ചി 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 വരുമോ ഞങ്ങളുടെ കൂടെ? ചേച്ചിയില്ല, ഇതൊക്കെ കുട്ടികൾ കണ്ട കളിയല്ലേ. കുഞ്ഞിലക്ഷ്മി, അമ്മ തുടങ്ങി. ഇങ്ങനെ പാവങ്ങൾ പിഴിഞ്ഞെടുക്കല്ലേ. കടലാണോ? ആ സാധനം എടുത്തേ. ശരിക്കും നോക്കിയില്ലേ? ഇതല്ല കട്ടെടുത്ത സാധനം ഇങ്ങനെയാണോ പറഞ്ഞേ? കട്ടെടുക്കുന്നോ? അനാവശ്യം പറയരുത് കേട്ടോ. വീണെടുത്ത് കിടന്നുള്ളാതെ അതിങ്ങടുത്ത് കൊടുത്തേക്ക് പെണ്ണേ. എന്തോ സാധനം കൊടുക്കാൻ അയാൾ പറയുന്നേ? നീ കട്ടെടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോടി കള്ളി. കള്ളി നിങ്ങളുടെ അടിച്ചു ഞാൻ. അതിങ്ങ് കൊടുക്കടി. എന്തോന്നാടോ കൊടുക്കണ്ടേ? മര്യാദക്ക് സാധനം തന്നില്ലെങ്കിൽ പിടിച്ചാൻ പോലീസിനെ ഏൽപ്പിക്കും പറഞ്ഞേക്കാം. ഓ പോലീസ്, കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടാ. ചുമ്മാ നിൽക്കുന്നതിനെ പിടിച്ചോണ്ടുവന്നാലാണോ നിങ്ങളുടെ നാട്ടിലെ പോലീസ്? ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ കൊള്ളക്കാരെന്നാ പറയുന്നത്. നിഷ്കളങ്കരായ ജനങ്ങളെ പിടിച്ചോണ്ടുവന്ന പോലീസ് എന്തൊരു പോലീസാണ് എന്റെ അമ്മോ. പിന്നെ വിരട്ടൊക്കെ കൈയിരിക്കട്ടെ. പോലീസിനെ മനുഷ്യ വരട്ടുന്ന കാര്യമൊന്നും വേണ്ട. ഓ കുറെ പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവളെ ഈ കടന്ന് സോപ്പ് ഈ കടയിൽ നിന്ന് സോപ്പ് അടിച്ച് നിന്റെ അതാണ് ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ പോകാം. പോലീസിനെ പട്ടാളെന്ന് വിളിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവളെ മൊത്തത്തിൽ ഒന്ന് പരിശോധിക്കാം. എനിക്ക് വേറെ ചില സംശയങ്ങളുണ്ട്. പരിശോധനയൊക്കെ നിന്റെ വീട്ടിൽ അല്ലല്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്.
എന്താ പ്രശ്നം? എന്റെ കടയിൽ നിന്ന് സോപ്പ് പൊട്ടിച്ചു. ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ചേട്ടി പോലീസിലേപ്പിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശരിയാണോ? ആണോ? നീ കേട്ടോ? പിന്നെ ആരാ കണ്ടത്? ഇയാൾ എന്തുവാ കണ്ടത്? ഈ കുട്ടി കടയിൽ അങ്ങനെ ഊഹം പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കണ്ടു അത് എന്ത് ചെയ്തെന്ന് പറയണം. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിയിൽ നിന്ന് പെരുമാറുന്നത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരൊക്കെ ഇല്ലേ? ഞങ്ങൾ എന്താ തെരുവ് ജീവിക്കുന്നവർക്ക് മര്യാദ ഇല്ലെന്ന് വിചാരിച്ചോ? നീ നടക്കുമ്പോളെ വളരെ മോശമായി പോയി കേട്ടോ. സോപ്പ് ഞാൻ തരാം. നീ ഒരു പാവം പെൺകുട്ടിയുടെ മാനം നടു റോഡി വെച്ച് പൊട്ടിത്തെറിക്കണ്ടെന്ന് വെച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇറങ്ങിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ പോലും സത്യം പറയാത്ത കുമാരി കസ്തൂരി അണ്ണനോട് സത്യം പറ. അവിടെ എന്താ അടിച്ചു മാറ്റിയത്? അടിച്ചു മാറ്റാതിരിക്കണമെങ്കിലേ കസ്തൂരി കസ്തൂരി അല്ലാതായിരിക്കണം. ഇങ്ങെടുത്തേ. ഇങ്ങെടുക്കാൻ ഒരു വാസന സോപ്പ്. ഇതാ മോളെ, പട്ടിണി കിടന്നാലും മോഷ്ടിക്കരുത്. ആര് കണ്ടില്ലേലും ദൈവം കാണും. ഞാൻ ഇതെടുത്തത് മറ്റേ ദൈവത്തിനെന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് വാങ്ങിക്കുന്നത് മതി. അല്ലാത്തൊന്നും ആശിക്കരുത്. മോക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാ പോരെ. നമുക്കിനി ആ ശീലം വേണ്ട. നീ കയറ്. എങ്കിൽ നടന്നു വാ.